എല്ലാവർക്കും ഇന്ന് പുതിയൊരു വിഷയത്തിലേക്ക് സ്വാഗതം. നമ്മുടെ ഫ്രണ്ട് സർക്കിളിൻ്റെ ഇടയിലായാലും അല്ലെങ്കിൽ നമ്മുടെ കൊളീഗ്സ് ആയാലും അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുമുള്ളവരായാലും നമ്മൾ ഇൻട്രോവേർട്ടായ ആൾക്കാരെ കണ്ടിട്ടുണ്ട്. ഇൻട്രോവേർട്ട് മീൻസ് അന്തർമുഖ സ്വഭാവം കാണിക്കുന്ന ആളുകളെ നമ്മൾ പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു സ്വഭാവം കാണിക്കുന്ന ആൾക്കാർ സാധാരണയായി എങ്ങനെയാണ്, അതായത് അവരുടെ സ്വഭാവത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഈ ഒരു സ്വഭാവം അവരുടെ ജീവിതത്തെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്, പിന്നെ ഈ ഒരു സ്വഭാവം ഉള്ള ആൾക്കാരെ നമ്മൾ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് വിചാരിക്കുന്നത്. സാധാരണയായി ഇവർ വളരെയധികം ഒതുങ്ങിക്കൂടുന്ന ഒരു ആൾക്കാരാണ്. അതായത് തങ്ങളിൽ തന്നെ ഒതുങ്ങിയിരിക്കാനും ഇപ്പോൾ ഒറ്റയ്ക്ക് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാനും ഒക്കെ വളരെയധികം താല്പര്യമുള്ള ആൾക്കാരാണ്. എന്തിനും ഏതിനും വളരെയധികം ആഴത്തിൽ ചിന്തിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ സ്വയം ആത്മപരിശോധന നടത്തുന്ന ആൾക്കാരായിരിക്കും ഇത്തരക്കാർ എന്നുള്ളത്. ഇപ്പോൾ ഇവർക്ക് ഒരുപാട് ബന്ധങ്ങളൊന്നും കാണില്ല, വളരെ കുറച്ച് ബന്ധങ്ങളെ കാണുള്ളൂ. പക്ഷേ ആ ഉള്ള ബന്ധങ്ങൾ വളരെ നല്ല രീതിയിൽ, അതായത് നല്ല ഡെപ്തിൽ, ഇപ്പോൾ ഫ്രണ്ട്സ് ആയാലും നല്ല ഡെപ്തിൽ ആ ഒരു ബന്ധം റിലേഷൻ കീപ്പ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. വളരെ ഇൻറ്റൻസീവ് ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ആയിരിക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയട്ടെ, ഒരു നല്ല പൊളിച്ചുള്ള ഒരു പാർട്ടിയിൽ പോവാൻ ഒരു ചാൻസ് ഉണ്ടെങ്കിൽ ഇത്തരക്കാരായ ഒരാളാണെങ്കിൽ അയാൾക്ക് അതിനേക്കാൾ ഇഷ്ടം അയാളുടെ സ്വന്തം സ്പേസിൽ, റൂമിലോ വീട്ടിലോ ഒരു പുസ്തകം വായിച്ചിരിക്കുന്നതിനുള്ള ഒരു ഇൻട്രസ്റ്റ് ആയിരിക്കും കൂടുതൽ കാണിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ സ്വയം അതായത് ഒറ്റയ്ക്കിരുന്ന് കൂടുതൽ സമയം സന്തോഷം കണ്ടെത്താൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്, കൂട്ടത്തിൽ കൂടാതെ ഒഴിഞ്ഞു നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇവരുടെ എങ്ങനെയാണ് ഒരു ഇൻട്രോവേർട്ടായ സ്വഭാവമുള്ള ഒരാളാണോ, അല്ലെങ്കിൽ ഇവരുടെ ചില പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. ഇവർ വളരെ ശാന്തമായുള്ള, വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിരിക്കും. അങ്ങനെയുള്ളൊരു പേഴ്സണാലിറ്റി ഉള്ള ആൾക്കാരായിരിക്കും. മാത്രമല്ല ഇവർക്ക് വളരെയധികം ബഹളമുള്ള ഗ്രൂപ്പുകളോ അല്ലെങ്കിൽ വളരെ തിരക്കുള്ള, വളരെ ബിസി ആയിട്ടുള്ള വേദികളോ ഇതൊന്നും താല്പര്യമില്ലാത്ത കൂട്ടത്തിലായിരിക്കും. മാത്രമല്ല എപ്പോഴും എല്ലാ കാര്യങ്ങൾക്കും വളരെ ആഴത്തിലുള്ള ചിന്തകൾ ഇവർ ഉള്ള ആൾക്കാരായിരിക്കും. മാത്രമല്ല എല്ലാ കാര്യങ്ങളും വളരെ നിരീക്ഷണത്തിനൊക്കെ കൂടുതൽ ചിന്തിക്കുന്നതിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവരായിരിക്കും എന്ത് കാര്യം ചെയ്യുമ്പോഴും. ഇപ്പോൾ പുതിയതായി ഒരാളെ പരിചയപ്പെടാനോ അല്ലെങ്കിൽ സംസാരിക്കാനോ ഒന്നും ഇത്തരക്കാർക്ക് വളരെയധികം താല്പര്യം കാണില്ല എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. മാത്രമല്ല ഇവർ വളരെ സോഷ്യലി ആങ്സൈറ്റി കാണിക്കുന്ന ഒരാൾക്കാരായിരിക്കും. അതായത് ഇപ്പോൾ ഒരാളിനെ കാണുമ്പോൾ അല്ലെങ്കിൽ പരിചയപ്പെടുമ്പോൾ അയാളെ സംസാരിക്കുമ്പോഴൊക്കെ എങ്ങനെയുള്ള വ്യക്തിയായിരിക്കും, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കുന്ന കൂട്ടത്തിലായിരിക്കും. പിന്നെ സെൽഫ് അവയർനെസ് നന്നായിട്ടുള്ള ആൾക്കാരായിരിക്കും. അവരെപ്പറ്റി അവർക്ക് നന്നായിട്ടൊരു അവയർനെസ് കാണും എന്നുള്ളതാണ്. ഇനി സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ താല്പര്യം ഉള്ളവരാണ്. അതായത് ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റി കൊടുത്താലോ അല്ലെങ്കിൽ ഒരു സൈലൻറ്റ് വർക്കിംഗ് സോൺ ആയിരിക്കും ഇവർക്ക് താല്പര്യം. ഗ്രൂപ്പ് ആക്ടിവിറ്റിയേക്കാൾ ഇൻഡിവിജ്വൽ ടാസ്ക് ഒക്കെ ആയിരിക്കും അവർ കൂടുതൽ നന്നായിട്ട് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത് എന്നുള്ളതാണ്. ഇനി വളരെയധികം സെൽഫ് കൺട്രോളുള്ള ആൾക്കാരായിരിക്കും. അതായത് ഒരാളിനോട് എന്തെങ്കിലും സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ ചെയ്യുമ്പോഴോ ഒക്കെ വളരെയധികം അളന്ന് തൂക്കി സംസാരിക്കുന്ന കൂട്ടത്തിലുള്ള വ്യക്തികളായിരിക്കും. ഇനി എന്ത് പറയുമ്പോഴും അല്ലെങ്കിൽ മറ്റുള്ളവരോട് റെസ്പോണ്ട് ചെയ്യുമ്പോഴും പ്രസംഗിക്കുമ്പോഴും ഒക്കെ വളരെയധികം അവരുടെ ഓരോ വാക്കും അവർ ചിന്തിച്ചാണ് അവർ സംസാരിക്കുന്നത് അല്ലെങ്കിൽ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല ഇത്രയധികം ആലോചിച്ച് മാത്രം ആണ് അവരുടെ കാര്യങ്ങൾ, അവരെന്ത് കാര്യങ്ങളും ചെയ്യുന്നത് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഈ ഒരു സ്വഭാവം ഉള്ള ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു സ്വഭാവം എങ്ങനെ അവരുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നു എന്നുള്ളതിനെ പറ്റി കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇനി പറയുന്നത്. അതിൽ ഇവർ പൊതുവെ മനസ്സിൽ ഒരുപാട് ചിന്തിച്ച് കൂട്ടുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ ഓവർ തിങ്കിങ് അല്ലെങ്കിൽ വളരെയധികം ആങ്സൈറ്റി ഉള്ള ആൾക്കാരായിരിക്കും എന്നുള്ളതാണ്. മാത്രമല്ല ഇവർ വളരെയധികം നല്ല കേൾവിക്കാരാണ്. ഇവർ സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ കേൾക്കാൻ താല്പര്യമുള്ളത് കൊണ്ട് തന്നെ ഇവർക്കുള്ള ബന്ധങ്ങൾ വളരെ ആഴമുള്ള ബന്ധങ്ങൾ അല്ലെങ്കിൽ നല്ല വിശ്വസ്തരായ ഫ്രണ്ട്സ് റിലേഷൻഷിപ്പൊക്കെ ആയിരിക്കും ഇവർക്ക് ഉള്ളത് എന്നുള്ളത്. ഇനി ഒരുപാട് ഇൻട്രാക്ഷൻസ് ആവശ്യമായ ജോലി അല്ലെങ്കിൽ പൊതുസമൂഹമായിട്ട് പബ്ലിക് ആയിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ മിങ്കിൾ ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങളിലൊന്നും ഇവർക്ക് അധികം തിളങ്ങാൻ പറ്റില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഇവർക്ക് ലൈഫിൽ ഈ ഒരു സ്വഭാവം കാരണം ഉണ്ടാവാറുണ്ട്. മാത്രമല്ല ഇവർ വളരെയധികം ക്രിയേറ്റീവായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. ഇപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് സോഷ്യൽ ഇൻട്രാക്ഷൻസ് ഞാൻ നേരത്തെ പറഞ്ഞു കുറവായതുകൊണ്ട് തന്നെ ഇവർക്ക് അങ്ങനെ ക്രിയേറ്റീവായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ധാരാളം നല്ല അവസരങ്ങൾ ലഭിക്കാറുണ്ട്. അല്ലെങ്കിൽ അതിനു വേണ്ടി ഇവർ ശരിക്കും സിൻസിയറായിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത് ആ ഒരു ടൈം യൂട്ടിലൈസ് ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇനി എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ ഇങ്ങനെയുള്ള ഒരാളാണെങ്കിൽ
നമ്മുടെ ഫ്രണ്ട് സർക്കിളിലോ അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സോ അല്ലെങ്കിൽ നമ്മുടെ കൊളീഗ്സോ ആരായാലും നമ്മൾ എങ്ങനെയാണ് അവരെ സപ്പോർട്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ഇവർ പൊതുവെ റിസർവ് ടൈപ്പായ ആൾക്കാരായതുകൊണ്ട് തന്നെ ഇവർ നമ്മൾ ഒരു കാര്യങ്ങളിലും അധികം കമ്പൽ ചെയ്യാതിരിക്കുക, അതായത് വളരെയധികം ഓപ്പണായിട്ട് സംസാരിക്കാനും പെരുമാറാനും ഒന്നും നമ്മൾ മനഃപൂർവ്വം ഇവരെ കമ്പൽ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. മാത്രമല്ല, ഇപ്പോൾ ഒരാൾ ഒരു ഇൻട്രോവേർട്ട് സ്വഭാവം ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ അവോയ്ഡ് ചെയ്യാതിരിക്കുക നമ്മുടെ ലൈഫിൽ, അല്ലെങ്കിൽ അവരെ കൂടുതൽ കേൾക്കാനും അല്ലെങ്കിൽ അവരുടെ ആ ഒരു കാഴ്ചപ്പാടുകൾ അതിന് ആ ഒരു കാര്യത്തിന് നമ്മൾ കൂടുതൽ റെസ്പെക്റ്റ് കൊടുക്കാനും ആ റെസ്പെക്റ്റ് കൊടുത്തുകൊണ്ട് തന്നെ അവരോട് നമ്മൾ അവരെ കേൾക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. മാത്രമല്ല, അവരുടെ ഭൗതികതയെയും അവരുടെ ആ ഒരു സ്വതന്ത്രതയെയും നമ്മൾ മാനിക്കുക എന്നുള്ളതാണ്. കാരണം അവരുടെ ഒരു സ്വഭാവം ഇതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ, അല്ലെങ്കിൽ ആ ഒരു കൺസിഡറേഷൻ കൊടുത്തുകൊണ്ട് തന്നെ നമ്മൾ അവർക്ക് ആ ഒരു റെസ്പെക്റ്റ് കൊടുക്കുക എന്നുള്ളതാണ്. ഇനി അവർ ഇത്രയും ക്രിയേറ്റീവായിട്ട് അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സിനൊക്കെ ഇത്രയും ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് അവരുടെ ലൈഫിലൊരു കാര്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ക്രിയേറ്റീവായിട്ട് ചെയ്യുമ്പോൾ അവരുടെ ആ ഒരു വിശ്വസ്തതയ്ക്ക്, അവർ വളരെയധികം വിശ്വസ്തരായ ആൾക്കാരാണ് അല്ലെങ്കിൽ വളരെയധികം ഡെഡിക്കേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ആ ഒരു വിശ്വസ്തതയ്ക്കും ഡെഡിക്കേഷനും ഒക്കെ നമ്മളൊരു വാല്യൂ കൊടുക്കുക അല്ലെങ്കിൽ അതിനൊരു റെസ്പെക്റ്റ് കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. പൊതുവേ ഇപ്പോൾ ക്ലാസ്സുകളിലൊക്കെ ഒരു കുട്ടി ഇൻട്രോവേർട്ട് ആണ് എന്ന് കണ്ടാൽ, അല്ലെങ്കിൽ അവൻ ആരോടും കൂട്ടുകൂടില്ല എന്ന് കണ്ടാൽ ബാക്കിയുള്ളവർ അവരെ ഒഴിവാക്കാറാണ് പതിവ്, അല്ലെങ്കിൽ കമ്പൽ ചെയ്ത് അവരെ ഗ്രൂപ്പിലേക്ക് കൊണ്ടുവരാനോ ഒന്നും ശ്രമിക്കാറില്ല. അത് ഇങ്ങനെ ദിവസം കഴിയുന്തോറും ആ വ്യക്തി ശരിക്കും അവിടെ ഒറ്റപ്പെടുകയാണ് എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കിയിരുന്നാൽ നമുക്ക് പതുക്കെ അവരോട് സംസാരിക്കാനും അല്ലെങ്കിൽ നല്ല കേൾവിക്കാരാവാനും അവരുടെ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാനും ഒക്കെയുള്ള അവസരങ്ങൾ നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഇവരെ ഒഴിവാക്കുകയല്ല, പകരം അവരുടെ ആ ഒരു നേച്ചറാണ് എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ അവരെ സിൻസിയറായിട്ട് സപ്പോർട്ട് ചെയ്യുകയാണ് വേണ്ടത്. നമുക്ക് അതാണ് ചെയ്യാൻ പറ്റുന്നത്, ആ ഒരു സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ അന്തർമുഖ സ്വഭാവം കാണിക്കുന്ന ആൾക്കാർ പൊതുവെ ഈ പറഞ്ഞ സ്വഭാവ രീതികൾ അല്ലെങ്കിൽ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചിന്തിക്കുകയും വളരെയധികം സെൽഫ് അവയർനെസ് ഉള്ള, സെൽഫ് കൺട്രോൾ ഉള്ള, മറ്റുള്ളവരോട് എന്ത് കാര്യങ്ങൾ പറയുമ്പോഴും ഈ പറഞ്ഞതുപോലെ സൂക്ഷിച്ച് സംസാരിക്കുന്നവർ അല്ലെങ്കിൽ വളരെ അളന്നു തൂക്കി സംസാരിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി ഇനി ഇതുപോലുള്ള ഒരു ഫ്രണ്ടോ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൽ ഒരാളോ നിങ്ങളോടൊപ്പം ഉണ്ടെങ്കിൽ അവരോട് ഈ രീതിയിലൊന്ന് പെരുമാറാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. അപ്പോൾ ഇതാണ് അന്തർമുഖ സ്വഭാവം കാണിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഇൻട്രോവേർട്ടായ ആൾക്കാരോട് എങ്ങനെ ഇടപെടാം, അല്ലെങ്കിൽ അവരുടെ സ്വഭാവം അവരെ എങ്ങനെ സ്വാധീനിക്കുന്നു, അവരെ നമ്മൾ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യണം എന്ന് ആഗ്രഹിച്ച കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്നെ നിങ്ങൾ ഇന്ന് ആദ്യമായാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ കേൾക്കുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതിന് വേണ്ടി അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ അറിയിക്കുക. പിന്നെ പുതിയൊരു വിഷയമായിട്ട് നാളെ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി.